ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. സംസ്ഥാന മന്ത്രിസഭയിലെ പുതിയ മന്ത്രിമാരായി കെ.ബി. ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും സത്യപ്രതിജ്ഞ ചെയ്തു. ക്ഷേമ പദ്ധതികളുടെ പ്രയോജനം സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരിലേക്ക് എത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഗുബ. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് മികച്ച ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട നാളെ വൈകുന്നേരം തുറക്കും. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് നാളെ തുടക്കമാവും. ആദ്യ തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ISL ഫുട്ബോൾ ആദ്യ മത്സരത്തിൽ ഒഡീഷ ജംഷഡ്പൂർ FC-യെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാന മന്ത്രിസഭയിലെ പുതിയ മന്ത്രിമാരായി കെ.ബി. ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാജ്ഭവനിൽ വൈകുന്നേരം നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സഗൌരവ പ്രതിജ്ഞയെടുത്ത് രാമചന്ദ്രൻ കടന്നപ്പള്ളി ചുമതലയേറ്റെടുത്തപ്പോൾ ദൈവനാമത്തിലാണ് കെ.ബി. ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രി, മന്ത്രിമാർ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. എന്നാൽ പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിച്ചു. പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാവും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. പുതിയ മന്ത്രിമാർ പങ്കെടുക്കുന്ന ആദ്യ മന്ത്രിസഭായോഗം ജനുവരി 3-ന് ചേരും. സർക്കാർ 2.5 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇടതുമുന്നണിയിലെ 2 ഘടകകക്ഷികൾ മന്ത്രിപദവി മറ്റ് 2 ഘടകകക്ഷികൾക്ക് കൈമാറണമെന്ന് നേരത്തെ തന്നെ ധാരണയായിരുന്നു. ഇതനുസരിച്ച് മന്ത്രിമാരായിരുന്ന ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിവച്ച ഒഴിവിലാണ് പുതിയ മന്ത്രിമാർ ചുമതലയേറ്റത്. ക്ഷേമ പദ്ധതികളുടെ പ്രയോജനം സമൂഹത്തിന്റെ താഴെത്തട്ടിൽ ഉള്ളവരിലേക്ക് എത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖുബ. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ആപ്തവാക്യമെന്ന് പറഞ്ഞ ശ്രീ ഖുബ, ജാതി, മത, വർഗ, വർണ്ണഭേദമന്യേ എല്ലാവർക്കും വികസനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം തൃശൂർ നെന്മണിക്കര പഞ്ചായത്തിൽ നടന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. കർഷകർ, യുവാക്കൾ, വനിതകൾ, പാവപ്പെട്ടവർ എന്നിവരുടെ ഉന്നമനമാണ് പ്രധാനമന്ത്രിയുടെ പ്രഥമ പരിഗണനയെന്ന് ശ്രീ ഭഗവന്ത് ഗുബ പറഞ്ഞു. നാളെ തൃശൂർ, പുതുക്കാട്, പള്ളിക്കുന്ന് എന്നിവിടങ്ങളിൽ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയിലും അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്ര പദ്ധതികൾ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വൻ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ പാങ്ങോട്, കല്ലറ ഗ്രാമപഞ്ചായത്തുകളിലായിരുന്നു ഇന്ന് പര്യടനം. കൊല്ലം ജില്ലയിൽ പനയം, തൃക്കരുവ പഞ്ചായത്തുകളിലും കോട്ടയത്ത് വെളിയന്നൂർ, ഉഴവൂർ പഞ്ചായത്തുകളിലുമാണ് ഇന്ന് യാത്രയെത്തിയത്. ആലപ്പുഴ ജില്ലയിൽ കണ്ടല്ലൂർ, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിലും ഇന്ന് പര്യടനം നടന്നു. എറണാകുളം ജില്ലയിൽ എടക്കാട് വയൽ, മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തുകളിലും മലപ്പുറത്ത് പൊന്മള, ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തുകളിലുമാണ് ഇന്ന് യാത്രയെത്തിയത്. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ മികച്ച അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ പഠോ പരദേശ് പദ്ധതി പ്രകാരം മൂന്നാർ SBI-യിൽ നിന്ന് ലഭിച്ച 26 ലക്ഷം രൂപയുടെ വായ്പയിലൂടെ മകളെ വിദേശത്തേക്ക് ഉപരിപഠനത്തിനായി അയക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ഇടുക്കി ചിത്രപുരം സ്വദേശിയായ PS മോഹനൻ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു. ഭാരത് സർക്കാരിൻ്റെ പഠോ പ്രദേശ് എന്ന സ്കീമിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ നല്ല കാര്യമായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ബാങ്കുകളെല്ലാം ആശ്രയിച്ചു, പക്ഷേ അവിടെ നിന്നും ലോൺ കിട്ടിയില്ലായിരുന്നു. മൂന്നാറിൽ വന്നു. മൂന്നാറിൽ SBI-യിലെ മാനേജറുമായിട്ടൊന്ന് സംസാരിച്ചു. ലോൺ വളരെ വേഗം തന്നെ അനുവദിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ അന്ന് വിദേശത്തേക്ക് പോയാൽ ഉള്ള സാഹചര്യം ഉണ്ടായത്. തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കാനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു. ഇന്ന് വൈകിട്ട് 7:30-ന് ഓൺലൈനായാണ് യോഗം ചേരുന്നത്. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ദേവസ്വം ബോർഡ് പൂരം എക്സിബിഷൻ ഗ്രൌണ്ടിന്റെ തറവാടക വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് പ്രതിസന്ധി ഉടലെടുത്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട നാളെ വൈകുന്നേരം 5-ന് തുറക്കും. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി ആഴിയിൽ അഗ്നി പകരുന്നതോടെ തീർത്ഥാടകർക്ക് ദർശനം അനുവദിക്കും. ജനുവരി 15-നാണ് മകരവിളക്ക്. മണ്ഡലകാലത്ത് ഇക്കുറി വലിയ തിരക്ക് അനുഭവപ്പെട്ട സാഹചര്യത്തിൽ മകരവിളക്ക് മഹോത്സവത്തിന് തിരക്ക് ഒഴിവാക്കാൻ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന്
ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു. ജനുവരി 21 വരെയായിരിക്കും ഭക്തർക്ക് ദർശനത്തിന് സൌകര്യമുണ്ടായിരിക്കുക. ജനുവരി 21-നാണ് നട അടയ്ക്കുന്നത്. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് നാളെ തുടക്കമാകും. വർക്കല ശിവഗിരിയിൽ നാളെ നടക്കുന്ന ആദ്യ തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ നടക്കുന്ന തീർത്ഥാടന സമ്മേളനം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും. 3 ദിവസങ്ങളിലായി 9 സമ്മേളനങ്ങളാണ് നടക്കുക. തീർത്ഥാടകരെ വരവേൽക്കാൻ ശിവഗിരിയിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. തീർത്ഥാടനത്തോടനുബന്ധിച്ച് നാളെ മുതൽ ജനുവരി 1 വരെ പ്രദേശത്തെ 5 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിനെ നിഷേധാത്മകമായി കാണുന്ന കോൺഗ്രസ് ഭൂരിപക്ഷ വിഭാഗത്തെ അവഹേളിക്കുന്നതായി ആരോപിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പരിപാടിയിൽ പങ്കെടുക്കാതെ സിപിഐഎം ഭൂരിപക്ഷ വികാരങ്ങൾ ഹനിക്കുന്നതായും അദ്ദേഹം തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഉപകരണമായി അയോധ്യയിലെ രാമക്ഷേത്രത്തെ ബിജെപി ഉപയോഗിക്കുകയാണെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആരോപിച്ചു. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ സിപിഐഎം പങ്കെടുക്കില്ലെന്നും കോൺഗ്രസ് പങ്കെടുക്കണമോ എന്നത് അവരുടെ ആഭ്യന്തര വിഷയമാണെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് തന്നെ തീരുമാനമെടുക്കട്ടെയെന്നും കോൺഗ്രസ് നിലപാടിനെപ്പറ്റി അഭിപ്രായം പറയാനില്ലെന്നും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉത്തമ ഉദാഹരണമായി വിമൻ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ് വിസാറ്റ് പുതുവർഷ പുലരിയിൽ ബഹിരാകാശത്തേക്ക് കുതിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. വനിതകളുടെ നേതൃത്വത്തിൽ രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യ ഉപഗ്രഹവും കേരളത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി ഉപഗ്രഹവുമാണ് വിസാറ്റ്. തിരുവനന്തപുരം പൂജപ്പുരയിലെ LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമണിലെ വിദ്യാർത്ഥിനി പ്രതിഭകളാണ് ഉപഗ്രഹം തയ്യാറാക്കിയിരിക്കുന്നത്. ISL ഫുട്ബോളിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഒഡീഷ ജംഷഡ്പൂർ FCയെ നേരിടുന്നു. മത്സരത്തിന്റെ ആദ്യ പകുതി പൂർത്തിയായപ്പോൾ ഒഡീഷ 4 ഗോളും ജംഷഡ്പൂർ 1 ഗോളും നേടിയിട്ടുണ്ട്. ഭുവനേശ്വറിൽ വൈകുന്നേരം 5:30-നാണ് മത്സരം ആരംഭിച്ചത്. രാത്രി 8 മണിക്ക് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഗോവയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികൾ നേരിയ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 170 പോയിന്റ് ഇടിഞ്ഞ് 72,240-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 47 പോയിന്റ് താഴ്ന്ന് 21,731-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന മന്ത്രിസഭയിലെ പുതിയ മന്ത്രിമാരായി KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും സത്യപ്രതിജ്ഞ ചെയ്തു. ക്ഷേമ പദ്ധതികളുടെ പ്രയോജനം സമൂഹത്തിന്റെ താഴെത്തട്ടിൽ ഉള്ളവരിലേക്ക് എത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഗുബ. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് മികച്ച ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട നാളെ വൈകുന്നേരം തുറക്കും. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് നാളെ തുടക്കമാവും. ആദ്യ തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ISL ഫുട്ബോൾ ആദ്യ മത്സരത്തിൽ ഒഡീഷ ജംഷഡ്പൂർ FCയെ നേരിടുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.